ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന ഒരാള്, അതായത് ഫസ്റ്റത്തെ ഒരു പിക്ചർ നോക്കൂ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, തട്ടം ഇട്ടിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണ്, പാൻസ് ധരിച്ചിട്ടുണ്ട്, ലൂസുള്ള പാന്റാണ്. പ്രശ്നമുണ്ടോ? അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവരെന്താ പറയുന്നതെന്നറിയോ? നമ്മളൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിളംബരം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ്? വാ, ഓൾ ആർ വെൽക്കം അല്ലെ, എല്ലാവർക്കും സ്വാഗതം, കം ലുക്ക് അറ്റ് മീ, എന്നിലേക്ക് നോക്കിക്കോളൂ, എന്റെ സൗന്ദര്യം ആസ്വദിച്ചോളൂ, എന്റെ പ്രൈവസിയിലേക്ക് കടന്നോളൂ, എന്റെ ലൈംഗികത നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തുറന്നിട്ടിരിക്കുന്നു. ആരെങ്കിലും അത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെങ്കിലും? ഇഷ്ടപ്പെടുന്നവരൊന്ന് കൈപൊക്കിയേ. ആസ് എ ഗേൾ, ഒരു അഭിമാന ബോധമുള്ള ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്യ പുരുഷന്മാരായിട്ടുള്ള നമ്മളെ കസിൻസ് അല്ലെ, എളാപ്പന്റെ മൂത്താപ്പന്റെ ഒക്കെ മക്കള്, എളാമന്റെ മൂത്തമ്മന്റെ ഒക്കെ മക്കള്, ആൺകുട്ടികള്, അവർക്ക് എന്ത് തോന്നാനാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഫാമിലി മീറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത്, ഗ്യാതറിങ്ങുകൾ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ നമ്മളിങ്ങനെ തുറന്നിട്ട് കൊടുക്കാണ്. എന്താണ്? നിന്റെ ശരീരം ആസ്വദിച്ചോ. നമ്മുടെ മാറിടത്തിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ കാലിന്റെ അകാര വടിവിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നോക്കിയിട്ട് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടാമത്തെ ഒരു ചിത്രം. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് പോകുന്നതെങ്കിൽ, അന്യ പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതെങ്കിൽ, കം റെസ്പെക്ട് മീ, എന്നെ റെസ്പെക്ട് ചെയ്യൂ, എന്റെ വാല്യൂ അല്ലെ, എന്റെ ഡിഗ്നിറ്റി, എന്റെ ഐഡന്റിറ്റി, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യൂ എന്നൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. എന്റെ പ്രൈവസിയിലേക്ക്, എന്റെ ലൈംഗികതയിലേക്ക്, എന്റെ ശരീരത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും ഞാൻ സമ്മതിക്കുകയില്ല. അതാർക്ക് മാത്രാണ്? സാക്ഷികളെ മുൻനിർത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ഉപ്പലെ ഒരുവനിലേക്ക് എന്നെ ചേർത്തു വെക്കും അല്ലെ, സമൂഹത്തിന് മുമ്പിൽ ഇവളെ ഞാൻ ഇണയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഇണയിലേക്ക് നമ്മെ ചേർക്കും, നമ്മൾ ചേരും അല്ലെ. അവന് മുമ്പിൽ മാത്രമേ എന്റെ സൗന്ദര്യം ഞാൻ പ്രകടിപ്പിക്കുകയുള്ളൂ, എക്സ്പോസ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിക്കാണ്. ഏത് രൂപത്തിൽ? വസ്ത്രം ധരിക്കുമ്പോ. രണ്ടാമത്തെ രൂപത്തിൽ അല്ലെ.